2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി സ്റ്റാർ ആയിട്ടുള്ള രേണു സുധിയെ പറ്റിയിട്ട് പുതിയ കുറച്ച് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുറച്ച് വെളിപ്പെടുത്തലുകൾ റീൽ ആൻഡ് റിയൽ എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിനകത്ത് രേണു സുധിയെ പറ്റിയിട്ട് കുറച്ച് അലിഗേഷൻസ് പറയുന്നുണ്ട്. അതായത് നിലവിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ആൾക്കാരെടുത്ത് ഈ കൊല്ലം സുധിയുടെ മുൻ ഭാര്യയെ പറ്റിയിട്ട് തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെന്നും അത് അവരുടെ ചെവിയിൽ അവരത് കേട്ടുവെന്നും അതിൻ്റെ പേരിലാണ് അവരിപ്പം റിയാക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വോയിസ് ആണ്. എന്തായാലും 10-35 മിനിറ്റുള്ള ഒരു വോയിസ് ആണ്. റീൽ ആൻഡ് റിയൽ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 35 മിനിറ്റ് വോയിസ് നിങ്ങൾക്ക് അതിൽ കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് ആ വോയിസിനകത്ത് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലെ 2ാമത്തെ ഭാര്യയാണ് ഈ പ്രതികരിക്കുന്നത്. ആദ്യ ഭാര്യയായിരുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 3ാമത്തെ ഭാര്യയാണ് രേണു സുധി. അത് മാത്രവുമല്ല, ഇവർ കൊല്ലം സുധിയുടെ വൈഫാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും ഇവരുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വോയിസ് ഒന്ന് കേൾക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. ഓക്കെ, അതായത് ഇവർ തമ്മിൽ ലീഗലി യാതൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് രേണു സുധിയെ കല്യാണം കഴിക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണോ ഇത് പറഞ്ഞത്? ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഇത്രയും നാളും ഉണ്ടാക്കിക്കൊണ്ട് വന്ന അയാളുടെ ആ ഒരു പേരും കാര്യങ്ങളും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെയാണ് മുന്നോട്ട് വന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയേണ്ടത്. ഇല്ലാത്തിടത്തോളം കാലം ഇത് നിങ്ങൾക്കൊരു വലിയൊരു പേരുദോഷമായിട്ട് മാറും. അത് മാത്രമല്ല, ഈ പറയുന്ന മുൻ ഭാര്യയെ കുറിച്ചിട്ടൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഇവർ ഈ ഒരു വോയിസിനകത്ത് ഏകദേശം 35 മിനിറ്റുള്ള ഒരു വോയിസിനകത്ത് ഇവർ ഈ കൊല്ലം സുധിയെ പറ്റിയിട്ട് മോശമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാരെ വെറുതെ ഇതിനകത്തോട്ട് വലിച്ചിട്ടിട്ട് അവരെ കുറ്റം പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി പറയാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ രേണു സുധിയെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അല്ലാതെ നിങ്ങളുടെ മുൻ ഭർത്താവിനെ പറ്റിയിട്ട് അതും പ്രത്യേകിച്ച് മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരിക്കലും മോശക്കാരൻ എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അത് വളരെ തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും
മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്. അതായത് ഈ പറയുന്ന ഈ ഒരു സ്ത്രീയും ഈ പറയുന്ന സുധിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത്, അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പ് ലൈഫ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും സുധിക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു. അതായത് ആ ബന്ധം എന്ന് പറയുന്നതാണ് രേണു സുധിയായിട്ട് ഈ ഒരു ബന്ധം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഒരാളിപ്പം ജീവിച്ചിരിപ്പില്ല, നമുക്കൊരിക്കലും വന്നിരുന്ന് ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. അത് മാത്രവുമല്ല, ഈ ഒരു വോയിസ് ഈ ഒരു ചാനലിൽ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആങ്കർ വളരെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ പരിപൂർണ സമ്മതത്തോടെ കൂടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു വോയിസ് പറയണത്, നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള തെളിവുകളുണ്ടോ എല്ലാം ചോദിക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള അത്യാവശ്യം തെളിവും കാര്യങ്ങളും എല്ലാം ഇവർക്ക് പേഴ്സണലി അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന വോയിസും ഈ സംസാരിക്കുന്ന വ്യക്തിയും ജെന്യുവൻ ആയിട്ടുള്ള ആൾ തന്നെയാണ്, അല്ലാതെ അത് ഫേക്ക് ആയിട്ടുള്ള ആളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്തോന്നടേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുവാണ്. സാമാന്യ ബോധമുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, മുൻകാല ചരിത്രങ്ങൾ വെളിയിൽ വരുന്നു. ഇതൊക്കെ എന്തോന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും പറയാൻ എനിക്ക് മറുപടികളില്ല. ഓക്കെ, അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചൂടെ, ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4ലോ 5ലോ കണ്ടാണ്, എനിക്ക് അത് നല്ല ഓർമ്മയില്ല. ഇങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഇവർ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശരിക്കും ആ പിള്ളേരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഈ കൊല്ലം സുധിയുടെ മക്കളുടെ ഒരു കാര്യം, അവർക്ക് തന്നെ ഒരു നാണക്കേടാണ്. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെളിയിൽ വരിക എന്നൊക്കെ പറയുന്നത്. കാര്യം നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യണത് നമുക്ക് അഫ്കോഴ്സ് ഇതൊരു കോണ്ടന്റാണ്. ഞാൻ എന്നും പറഞ്ഞ് ഞാൻ ഇവരുടെ ഫാമിലി ലൈഫിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ ഡിഗ് ചെയ്തെടുത്ത് വെളിയിലിടാനോ എനിക്ക് ബേസിക്കലി താല്പര്യമില്ല. പക്ഷേ ഞാൻ ഈ ഒരു വോയിസ് എനിക്ക് കേട്ടപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യമുണ്ട്. അതായത് മരിച്ചു പോയ ഒരാളെ പറ്റിയിട്ട് വന്നിരുന്ന് മോശമായിട്ട് സംസാരിക്കണത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കാര്യം രേണു സുധിയെ പറ്റിയിട്ട്, അത് രേണു സുധിയാണ് വന്നിരുന്ന് ക്ലിയർ ചെയ്യേണ്ടത്. അങ്ങനെ രേണു സുധി ആൾക്കാരുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി 3 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെ അറിയുന്നത് ഈ ഒരു വോയിസ് കേട്ടപ്പോഴാണ്. അതാണ് അതിലും വലിയൊരു രസം. എന്തായാലും രേണു സുധിയെ പറ്റിയിട്ട് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ചേട്ടത്തി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. ഓക്കെ, പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഇവരുമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ളൊരു രീതിയായിരുന്നു ഈ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി. അപ്പം ആ ഒരു ബന്ധം ഈ ഒരു മുൻ ഭാര്യ കണ്ടുപിടിക്കുകയും അതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ഇവരുടെ ലൈഫ് തകരാൻ കാരണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി.
കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാവരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കമാണോ? അല്ല, പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. ഓക്കെ. അതായത് രേണു സുധിയെ പോലും ഈ പറയുന്ന സുധി കബളിപ്പിക്കുമായിരുന്നു എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഈ ഒരു മുൻ ഭാര്യയായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ ഭാര്യ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ രേണുവിനെയും കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും ആ ഒരു മനുഷ്യൻ മരിച്ചുപോയി. ആ മരിച്ചുപോയ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇനി എന്ത് വന്നിരുന്ന് പറയാനാണ്? പിന്നെ ഈ കൊല്ലം സുധിയുടെ ഈ വെള്ളവടിയെ പറ്റിയിട്ടൊക്കെ അത് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതാണ്. പറഞ്ഞ് നമ്മളും പേഴ്സണലി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പുള്ളി സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, ഉള്ളത് മൊത്തം ഇങ്ങനെയൊക്കെ പോയതാണ്. അതായത് കാശും കാര്യങ്ങളൊക്കെ പുള്ളി ഈ പറയുന്ന സേവിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രേണു സുധി ആയിട്ടുള്ള. അന്ന് പുള്ളിയുടെ വീടും ചുറ്റുപാടും ആ റൂമും സാഹചര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് അവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയൊരു ആരോപണം വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളോ വെച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇവിടെ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. കാര്യം നിലവിലത്തെ സുധിയുടെ ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് രേണു സുധി അല്ലേ? അപ്പം ഈ ഇത്രയും വലിയൊരു അലിഗേഷനൊക്കെ മറുപടി പറയേണ്ട വ്യക്തിയും രേണു സുധി തന്നെയാണ്. ആ പിള്ളേരൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുമ്പം എന്തുമാത്രം അവരുടെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അല്ലേ? ഇപ്പം ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന മുൻ ഭാര്യയെ പറ്റി തോന്നിവാസങ്ങൾ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോണിൽ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്തിനാണ് അതിനെപ്പറ്റി തോന്നിവാസം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ട് മേ ബി അതിൻ്റെ ഒരു എവിഡൻസും എല്ലാമായിട്ട് വന്നിരുന്നൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി വന്നേനെ. ഇതിപ്പം ആൾക്കാർ കംപ്ലീറ്റും ഈ പറയുന്ന, അതായത് ഈ വോയിസിൽ കേൾക്കുന്ന ഇവർക്ക് ഇത് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ എന്തുകൊണ്ട് ഇതൊന്നും വന്ന് പറഞ്ഞില്ല, ഇത്രയും നാൾ ഇവരെവിടെ പോയി, അങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. വേണമായിരുന്നുവെങ്കിൽ സുധി ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. മരിച്ചുപോയൊരു സാഹചര്യത്തിൽ വന്ന് മരിച്ചുപോയ മനുഷ്യനെ പറ്റിയിട്ടും ഈ പറയുന്ന ഇപ്പം നിലവിലുള്ള വൈഫിനെ പറ്റിയൊക്കെ കുറ്റം പറയുമ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞിരുന്നേ, ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ. കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇതിനെ പറ്റിയിട്ടാണ് ഇരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് പറയുന്ന കുറച്ച് പോർഷൻസ് കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ശരിക്കും രേണു സുധിയെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും അല്ലാതെ പൊതുജനമായി കഴിഞ്ഞാലും എന്തെങ്കിലും വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇതും എനിക്ക് തോന്നുന്നു ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഇനി ഈ വീഡിയോയുടെ അവസാനം ഇവർ പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് വളരെ മോശമായിട്ടും പ്രത്യേകിച്ച് വളരെ വൾഗറായിട്ടുള്ള രീതിയിലുമാണ് ഈ മുൻഭാര്യയെ പറ്റിയിട്ട് രേണു സുധി നാട്ടുകാരത്ത് പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ചേച്ചി, അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം.
ഓക്കെ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന്. അത് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു. അത് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന്. അവിടെ നിന്ന് എടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണല്ലേ? അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ചേച്ചി, ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാള് 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ഇതായിരുന്നു പറഞ്ഞത്. എന്തായാലും കൊടുത്തിട്ട് പറയുമല്ലോ എനിക്കത് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മുൻ ഭർത്താവായിരുന്നു. ആ ഒരു പരിഗണനയെങ്കിലും നിങ്ങൾ മാനിക്കുന്നത് നന്നായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മരിച്ചുപോയ ആളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് രേണു സുധിയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്നെപ്പറ്റി ഇല്ലാത്ത അപവാദം പറയുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത തോന്നിവാസം പറയുന്നു, അത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം. പക്ഷെ മരിച്ചുപോയവരെ പറ്റിയിട്ട് വന്നിരുന്ന കഴിവതും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ആ പിള്ളേരെ ആലോചിച്ചിട്ടെങ്കിലും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.